രാജ്യത്ത് 3 സംയുക്ത സൈനിക സ്റ്റേഷനുകൾ രൂപീകരിക്കാൻ തീരുമാനമായി. 3 സേനകളുടെയും പരിശീലന ശാഖകൾ ഒറ്റ വിദ്യാഭ്യാസ കോർപ്സിൽ ലയിപ്പിക്കും. കൊൽക്കത്തയിൽ ചേർന്ന സംയുക്ത കമാൻഡേഴ്സ് കോൺഫറൻസിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് മോർണിംഗ് ഷോയിൽ വീണ്ടും വരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. രാജ്യത്തെ സൈനിക മേഖലയിലെ ഒരു നവീകരണത്തിനുള്ള ചുവടുവെപ്പിനാണ് ഈ കൊൽക്കത്തയിൽ ചേർന്ന സംയുക്ത സൈനിക കമാൻഡർമാരുടെ കോൺഫറൻസിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ 2 മാറ്റങ്ങളാണ് പുതിയതായി പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 3 സേനാ വിഭാഗങ്ങൾ, കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾക്കായി ഒരു സംയുക്ത സൈനിക സ്റ്റേഷനുകൾ 3 എണ്ണം രൂപീകരിക്കാനാണ് തീരുമാനം. മറ്റൊന്ന്, നിലവിലിപ്പോൾ 3 സേനാ വിഭാഗങ്ങൾക്കും സ്വന്തം വിദ്യാഭ്യാസ വിഭാഗങ്ങളുണ്ട്. അവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ വിദ്യാഭ്യാസ കോർപ്സ് രൂപീകരിക്കാനുള്ള തീരുമാനവും ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു തിയേറ്റർ കമാൻഡ് ഇന്ത്യയിൽ സൈന്യത്തിൽ രൂപീകരിക്കുക എന്നുള്ളത്. അതിനുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായാണ് സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള സംയോജനവും ഏകോപനവും എളുപ്പത്തിലാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ സംയുക്ത സ്റ്റേഷനുകൾ രൂപീകരിക്കുന്നതോടുകൂടി ഈ സൈന്യത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, ലോജിസ്റ്റിക്സ്, അറ്റകുറ്റപ്പണികൾ, സംഭരണം കൂടാതെ സപ്ലൈസ് എന്നിവ ഉൾപ്പെടെ പരസ്പരം സഹകരിച്ച് നടപ്പാക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. ഇത് ഈ 3 സ്റ്റേഷനുകൾക്കായി ബംഗളൂരു, അഹമ്മദാബാദ്, ഗോളിയോർ, പൂനെ, സെക്കന്ദരാബാദ് എന്നീ സ്ഥലങ്ങളാണ് പരിഗണനയിലുള്ളത്. അതിൽ മുംബൈയിൽ ഒന്ന് ഉണ്ടാകുമെന്ന് ഏതാണ്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നേരത്തെ തന്നെ തിയേറ്റർ കമാൻഡ് രൂപീകരണ ഘട്ടത്തിൽ വ്യോമസേനയായിരുന്നു തങ്ങളുടെ വിഭവങ്ങൾ അതിന് പരിമിതമാകില്ല എന്നും വിഭജിച്ചു പോകുമ്പോൾ വലിയ ഒരു പരിമിതി തങ്ങൾ നേരിടേണ്ടി വരുമെന്നുമുള്ള ഒരു തടസ്സം ഉന്നയിച്ചത്. എന്നാൽ കൊൽക്കത്തയിൽ ചേർന്ന സൈനിക കോൺഫറൻസിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ധാരണയായതിന്റെ പശ്ചാത്തലത്തിലാണ് 3 സംയുക്ത സൈനിക സ്റ്റേഷനുകൾ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.